ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ്. സത്യപ്രതിജ്ഞ കഴിയുമ്പോഴാണ്. MLA-മാരുടെ സത്യപ്രതിജ്ഞ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച, 2 ആഴ്ച കൂടെ എടുക്കും. കാരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും കൂടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും. അങ്ങനെ അല്ല പ്രൊസീജിയർ, അങ്ങനെയാണ്. ഞാൻ ആദ്യ ടൈം MLA ആയതുകൊണ്ട് എനിക്ക് പരിചിതമല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫലം വന്ന ഒരേപോലെയാണ്. ബംഗാളിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ. ഇവിടെ തെരുവിലിറങ്ങി ഫ്ലക്സ് തുപ്പുക, വീഴുക, ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചിരുക, തെരുവ് യുദ്ധമായി. അങ്ങനെയല്ല. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാറില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡിൽ നിന്ന് നിരീക്ഷകർ വരികയും MLA-മാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ആ MLA-മാരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും കോൺഗ്രസ് പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും അംഗീകരിക്കും. ഇതാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനുമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിൻ്റെ ആദ്യഘട്ടം നടന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് 2ാമത്തെ ദിവസം ഹൈക്കമാൻഡ് നിരീക്ഷകർ ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് വരികയും ഞങ്ങൾ 63 MLA-മാരുടെയും അഭിപ്രായങ്ങൾ അവർ കേൾക്കുകയും ഞങ്ങൾ ഐക്യകണ്ഠേന യുനാനിമസായി ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. എന്ത് തീരുമാനവും കോൺഗ്രസ് പ്രസിഡന്റിന് എടുക്കാം എന്നാണ് ആ തീരുമാനം 63 MLA-മാരും ചേർന്ന് പാസ്സാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ മുതിർന്ന നേതാക്കളെയും MP-മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർ ഇന്നലെ ഹൈക്കമാൻഡിന് നൽകി. ഇന്നലെ കോൺഗ്രസ് പ്രസിഡന്റ് രാത്രിയോടുകൂടി തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. അവരുമായിട്ടുള്ള ചർച്ച ഇന്നും നാളെയുമായി പൂർത്തീകരിക്കും. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയറിനൊടുവിൽ ഒരു നാളെയോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി ആ പ്രൊസീജിയർ പൂർത്തീകരിക്കും. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഉടനടി ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാകും. അതുവരെ മാധ്യമങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം, ആഘോഷിക്കാം, കൗണ്ടുകൾ ഇടാം. അതൊക്കെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആഘോഷമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പണ്ട് കാലത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇതൊന്നും അത്ര എന്താ പറയുക ഒരു വലിയ ഓവർ ആയിട്ടുള്ളൊരു ഇതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ്.